ഈ ദിനത്തിലെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ വരുമാറാകട്ടെ. എൻ്റെ നിലവിളിക്ക് ചെവി ചായിക്കണമേ. എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു. കുഴിയിലിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു. ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു. ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ അങ്ങ് പിന്നെ ഓർക്കുന്നില്ല. അവർ അങ്ങയുടെ കയ്യിൽ നിന്നും അറ്റുപോയിരിക്കുന്നു. അങ്ങനെ ഏറ്റവും താണകുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു. അങ്ങയുടെ ക്രോധം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. എൻ്റെ എല്ലാ തിരകളും കൊണ്ട് അങ്ങനെ വലച്ചിരിക്കുന്നു. എൻ്റെ പരിചയക്കാരെ അങ്ങ് എന്നോട് അകറ്റി എന്നെ അവർക്ക് വെറുപ്പാക്കിയിരിക്കുന്നു. പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം എന്നെ അടച്ചിരിക്കുന്നു. എന്റെ കണ്ണ് കഷ്ടത ഹേതുവായി ക്ഷയിച്ചു പോകുന്നു. യഹോവേ, ഞാൻ ദിവസം പ്രതിയും അങ്ങയെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ കൈകളെ അങ്ങയിലേക്ക് മലർത്തുകയും ചെയ്യുന്നു. യഹോവേ, ഞാൻ ദിവസം പ്രതിയും അങ്ങയെ വിളിച്ചപേക്ഷിക്കുകയും എന്റെ കൈകളെ അങ്ങയിലേക്ക് മലർത്തുകയും ചെയ്യുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് കഫർന്നഹൂമിലെ തന്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ ഒരു ഭവനത്തിലായിരിക്കുകയാണ്. യേശു സാമീപ്യം കൊണ്ടും സംസാരം കൊണ്ടും അത്ഭുത പ്രവൃത്തി കൊണ്ടും അനുഗ്രഹിച്ച ഭവനം എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അവിടെ അതാ 4 പേർ ചുമന്ന ഒരു രോഗിയുമായുള്ള യാത്ര എത്തുകയാണ്. ആ 4 സഹോദരന്മാരും ഈ രോഗിയെ യേശുവിന്റെ മുമ്പിലേക്ക് എത്തിക്കുവാൻ ബാഹ്യമായ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി. എന്നാൽ പുര പൊളിക്കുന്ന, മേൽഭാഗം പൊളിക്കുന്ന വസ്തുതയിൽ അവർ വിജയം കണ്ടെത്തുകയാണ്. ഈ മനുഷ്യനെ യേശുവിന്റെ മധ്യത്തിലേക്ക് ഇറക്കി വയ്ക്കുന്നു. യേശുവിന്റെ അത്ഭുത സൗഖ്യം ചുമന്നുകൊണ്ടുവന്ന അനേക വർഷങ്ങളായി പക്ഷവാതത്തിന്റെ രോഗബാധയിലായിരുന്ന അവന്റെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകുകയും യേശു അവനെ വിടുവിച്ച് കിടക്കയോടെ കടന്നു വന്നവൻ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് പോകുന്നതായ വസ്തുതയെ ദാനമായി നൽകുകയും ചെയ്യുന്നു. ലോക്ക്ഡൌണിന്റെ മധ്യത്തിലൂടെ നമ്മുടെ ഭവനങ്ങൾ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയുടെ അതിയായ ശക്തി അനുഭവിക്കുന്ന ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറ്റപ്പെടട്ടെ. കഫർന്നഹൂമിലെ വീട് യേശുവിനെ സ്വീകരിച്ച വീടായിരുന്നു. യേശു ഉണ്ടായിരുന്ന വീടായിരുന്നു. ശബ്ദം കൊണ്ട് അവിടുന്ന് ആ ഭവനത്തിലുണ്ടായിരുന്നു. പ്രവൃത്തി കൊണ്ട് അവിടുന്ന് ആ ഭവനത്തിലുണ്ടായിരുന്നു. യേശുവേ, എന്റെ ഭവനത്തെയും കഫർന്നഹൂമിലെ അതേ ഭവനത്തോട് തുല്യമാക്കി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വീടുകളും ദൈവീക സാമീപ്യത്താൽ നിറയപ്പെടട്ടെ. എല്ലാ ഭവനങ്ങളും യേശുവിന്റെ അനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ. എല്ലാ ഭവനങ്ങളും യേശുവിന്റെ സാമീപ്യത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
യേശുവിന് വേണ്ടി നമ്മുടെ ഭവനങ്ങൾ അവിടുത്തെ വലിയ അത്ഭുതത്തിനായി ചില ഇടങ്ങളൊക്കെ പൊളിച്ചു നൽകേണ്ടുന്ന ദിനങ്ങളിലാണ് എന്ന് തിരിച്ചറിയുക. ദൈവമേ, എൻ്റെ ഭവനത്തെ പൊളിക്കപ്പെടേണ്ട മേഖലകൾ പൊളിക്കപ്പെട്ട് ഈ ദിനങ്ങളിൽ കടന്നു പോകുന്ന കഠിന വ്യതയുടെ മധ്യത്തിൽ ദൈവം പകരുന്നതായ സൗഖ്യത്തെ ആസ്വദിക്കേണ്ടതിന് അവിടുന്ന് മനസ്സിലിയണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളൊക്കെ നമുക്ക് സൗഖ്യത്തിന്റെ ഉറവിടമായി തീരട്ടെ. ചുറ്റുപാടുമുള്ളവർക്ക് സൗഖ്യത്തിന്റെ ഉറവിടമായി തീരട്ടെ. ഈ ദിനങ്ങളിൽ അലോസരപ്പെടുത്തുന്നതായ സാഹചര്യങ്ങളെ ഒക്കെ തരണം ചെയ്ത് ഭവനം പ്രാർത്ഥനയുടെ ഇടങ്ങളായി തീരട്ടെ. അത്തരത്തില് ഭവനത്തിൽ പ്രവർത്തിക്കുന്നവനായി യേശു ഉണ്ട്. അത്തരത്തിലുള്ള ഭവനത്തിൽ പാപമോചനം നൽകുന്ന ദൈവമായി യേശു ഉണ്ട്. അത്തരത്തിലുള്ള ഭവനത്തിൽ സൗഖ്യത്തിന്റെ ഉറവിടമായി യേശു ഉണ്ട്. പ്രിയരെ, ഈ പകലിൽ പ്രാർത്ഥനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറ്റപ്പെടാം. യേശുവേ, എൻ്റെ ഭവനം കഫർന്നഹൂമിലെ ആ ഭവനത്തോട് തുല്യമാക്കി മാറ്റണമേ. അങ്ങയുടെ സാമീപ്യത്താൽ നിറയപ്പെടട്ടെ. അങ്ങയുടെ സംസാരത്താൽ നിറയപ്പെടട്ടെ. അങ്ങ് പ്രവർത്തിക്കുന്ന ഇടമായി, കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ആരുടെയും ഉള്ളിൽ തോന്നിയിട്ടില്ലാത്ത തരത്തിൽ അവിടുന്ന് പ്രവർത്തിക്കുന്ന തരമായി ഭവനമായി അടിയന്റെ ജീവിതം, കുടുംബം മാറ്റപ്പെടട്ടെ, ഭവനം മാറ്റപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതുവരെയും പ്രാർത്ഥനകൾക്കൊരു ക്രമീകരണം സംഭവിച്ചില്ല എങ്കിൽ ഈ വിപത്തുകൾ നമ്മെ താളടിയാക്കുവാൻ ഇടവരാത്തവണ്ണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി മാറുക. ലോകം ഞെരുങ്ങുകയാണ്, രാജ്യം ഞെരുങ്ങുകയാണ്, ജനലക്ഷങ്ങൾ പിടഞ്ഞ് മരിച്ചു വീഴുകയാണ്. കയ്യിലെ ധനത്തിന് യാതൊരർത്ഥവുമില്ല എന്ന് ചിന്തിക്കുന്നതായ നിമിഷങ്ങൾ. ദൈവമേ, അവിടുന്ന് മനസ്സിലിയണമേ. എൻ്റെ ശരീരത്തെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. ഞാനിപ്പോ ഹോം ക്വാറന്റൈൻ പോലെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ദൈവമേ, ഇതിൽ നിന്നും സൗഖ്യത്തോടെ, അതിവേഗത്തിലുള്ള സൗഖ്യത്തോടെ ദൈവസന്നിധിയിൽ എന്റെ കാര്യാദികളിൽ ഇടപഴകുവാൻ വരും ദിനങ്ങളിൽ അവിടുന്ന് സഹായിക്കണം. എന്റെ ഭവനത്തിൽ ആരെയും ഈ പ്രതിസന്ധി അലട്ടുവാൻ ഇടവരരുത്. ഞാൻ കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ ഈ രോഗം വ്യാപിക്കുവാൻ ഇടവരരുത്. ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് മാറ്റപ്പെടാം. അതുപോലെ തന്നെ എൻ്റെ പ്രിയരെ, ദൈവസന്നിധിയിലേക്ക് പരിപൂർണമായും അർപ്പിച്ച് സൗഖ്യത്തിനായി ദൈവത്തോട് യാചിക്കാം. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. മുമ്പിൽ ചെങ്കടലാർത്തിരച്ചാൽ എതിരാൽ, പിമ്പിൽ വൻവൈരി പിൻഗമിച്ചാൽ, ചെങ്കടലിൽ കൂടി
ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും. ജയാളിയായി ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും. ജയാളിയായി പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും കരുതലിന്റെ കരത്തിനാൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പൊന്നു ദൈവമേ, അപ്പാ, ആകെ തളർന്നതും തകർന്നതുമായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. പ്രതികൂലങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുന്നവനായ പൊന്നു തമ്പുരാനെ, പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുന്നവനായ പൊന്നു തമ്പുരാനെ, ഞങ്ങളായിരിക്കുന്ന ഇടം, ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യം, ഞങ്ങളായിരിക്കുന്ന ജീവിതത്തിൽ ഞങ്ങളുടെ ഒപ്പമായിരിക്കുന്നവർ ഏവരെയും ഒരുമിച്ച് ദൈവസന്നിധിയിൽ അർപ്പിച്ച് അടിയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. വൻകാര്യങ്ങളെ കാണുമാറാക്കുന്ന സ്വർഗത്തിലെ വലിയ കർത്താവേ, ഉറങ്ങുവാൻ ഞങ്ങൾ മറന്നുപോയിരിക്കുന്നതായ ദിനങ്ങൾ, രോഗം അടിയങ്ങളെ കാർന്നു തിന്നുമോ എന്ന് ഭയപ്പെടുന്നതായ നിമിഷങ്ങൾ, യേശുവിനെ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിനെ മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഞങ്ങൾ അവിടുത്തെ സ്വീകരിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ ജീവിതയാത്രയിൽ കൂടെ ഉണ്ടെങ്കിൽ കർത്താവെ, പാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. രോഗത്തിന്റെ ബാധകൾ തകർന്നു പോകുന്നത് ഞങ്ങൾക്ക് അനുഭവിക്കുവാനായി സാധിക്കും. സൗഖ്യത്തിന്റെ ഉറവിടമായി ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെയും മാറ്റപ്പെടും. നസ്രായനായ കർത്താവെ, ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന പൊന്നു തമ്പുരാനെ, ഈ പകൽ നന്മയുടെ പകലായി, സൗഖ്യത്തിന്റെ പകലായി, പ്രത്യാശയുടെ പകലായി ഞങ്ങൾ അനുഭവിക്കുന്നതിന് അവിടുന്ന് മനസ്സലിഞ്ഞ് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പൊന്നു തമ്പുരാനെ, അവിടുന്ന് മനസ്സലിഞ്ഞ് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. പൊന്നു തമ്പുരാനെ, അവിടുന്ന് ഞങ്ങളോടുകൂടെ ഇരുന്ന ദേശത്തിനോട് മനസ്സലിയുന്ന കൃപകൾക്കായി, രാജ്യത്തിനോട് മനസ്സലിയുന്ന കൃപകൾക്കായി, സംസ്ഥാനത്തിനോട് മനസ്സലിയുന്ന കൃപകൾക്കായി, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളോട് മനസ്സലിയുന്ന കൃപകൾക്കായി, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളോട് മനസ്സലിയുന്ന കൃപകൾക്കായി ഞങ്ങൾ അവിടത്തേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. രോഗത്തിന്റെ കെട്ടുപാടുകളൊക്കെ തകർന്നു പോകുന്ന പകലായി, ഈ പകലിനെ അവിടുന്ന് മാറ്റുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് മനസ്സലിയുന്ന പകലായി, ഈ പകലിനെ അവിടുന്ന് മാറ്റുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഭവനങ്ങളെ പ്രാർത്ഥനയുടെ രൂപാന്തര ഭവനങ്ങളാക്കി അങ്ങ് മാറ്റുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അപ്പാ, ആശുപത്രി കിടക്കുകളിലും ഭവനങ്ങളിലുമായിരുന്ന് കൊറോണ സ്ഥിരീകരിച്ചതിന് ശേഷം ദൈവത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി വാഞ്ചിക്കുന്നതായ പ്രിയമുള്ളവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മരിച്ചു പോകുമെന്നുള്ള പേടിയുടെ മധ്യത്തിൽ അനേകരായിരിക്കുമ്പോ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത സ്വർഗത്തിലെ വലിയ കർത്താവേ, ആയവരുടെ ജീവിതങ്ങളോട് എന്റെ ദൈവം മനസ്സലിയുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അപ്പ, മരണത്തിന് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതായ അനേക പേരുടെ ഉള്ളറകളിലേക്ക് യേശുവിന്റെ വലിയ ശക്തിയെ അവിടുന്ന് പകർന്ന്, എന്റെ യേശു എന്നോടുകൂടെ ഇരുന്ന് കഷ്ടതയുടെ നടുവിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നാലും എന്നെ ജീവിപ്പിക്കുമെന്ന് അരുളി ചെയ്തവൻ, എന്റെ ജീവനെ വിടുവിക്കുന്നവൻ, എന്റെ ജീവനെ വിടുവിക്കുന്നവൻ യേശുവേ, അങ്ങേക്ക് സ്തോത്രമെന്ന് പറഞ്ഞ് സ്തുതിക്കുന്നതിന് അനേകരെ അങ്ങ് സ്പർശിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അപ്പാ,
ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു ചെന്ന് കർത്താവെ, ആരൊക്കെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുവോ എന്റെ ദൈവത്തിന്റെ ശക്തിയേറിയ സാമീപ്യത്തെ മിന്നർപ്പിണർ പോലെ അവരുടെ മേൽ അവിടുന്ന് വർഷിപ്പിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. സൗഖ്യം പ്രാപിക്കട്ടെ, ബലം പ്രാപിക്കട്ടെ, എന്റെ യേശുവിന്റെ ശക്തിയിനാൽ നിറയപ്പെടട്ടെ. ഈ പകലിനെ അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഉള്ളിലെ ആധി എന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ രോഗബാധ അലട്ടുമോ എന്നുള്ള തരത്തിലാണ് കർത്താവെ. ദൈവത്തോട് അത്തരത്തിലുള്ളവർ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നതായ നിമിഷം കർത്താവെ, അങ്ങ് തന്നെ വലിയത് പ്രവർത്തിക്കണമേ. എന്റെ ഭവനം സൗഖ്യത്തിന്റെ ഭവനമായി നിലകൊള്ളുവാൻ യേശുവെ അനുഗ്രഹിച്ച് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, മറ്റ് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. ശാരീരികമായി അകമേയും പുറമേയും വേദനകളും പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന അനേകരുണ്ടല്ലോ. ഡയബറ്റിക് സംബന്ധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കൊളസ്ട്രോൾ സംബന്ധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ദൈവമേ, പ്രഷർ സംബന്ധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പുറമേ ആരോഗ്യമുള്ളവരെന്ന് കാണിക്കുമ്പോഴും മനസ്സുകൊണ്ട് തകർന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഓപ്പറേഷന് ശേഷം ഭവനത്തിൽ വിശ്രമിക്കുന്നതായ പ്രിയമുള്ളവരുണ്ട്. ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതായ പ്രിയമുള്ളവരുണ്ട്. കർത്താവാം ദൈവമേ, അങ്ങയുടെ ശക്തിയേറിയ കരത്തെ സർവമാനവരുടെ മേലും സൗഖ്യമായി സമാധാനമായി ആണിപ്പഴുതുള്ള കരത്തിനാലുള്ള വലിയ സാമീപ്യമായി സ്പർശനമായി അങ്ങ് പകരുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവ് തന്നെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. കർത്താവ് തന്നെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. കർത്താവ് തന്നെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. കർത്താവ് തന്നെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. മറ്റ് ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. പഠന സംബന്ധിയായ ഉയർച്ചകൾ അവിടുത്തെ പ്രിയമുള്ളവർക്ക് അവിടുന്ന് ദാനമായിട്ട് നൽകണമേ. ഉപജീവന സംബന്ധിയായ അനുഗ്രഹങ്ങൾ ഈ നാളുകളിൽ അങ്ങയുടെ മക്കൾക്ക് അതിശയം പ്രവർത്തിച്ച് അവിടുന്ന് ചേർത്ത് നൽകണമേ. കർത്താവാം ദൈവമേ, ഉപജീവന മേഖലകളിൽ ഒപ്പമായിരുന്ന് അങ്ങയുടേതായ നന്മ പകരണമേ. ഭവനത്തിലായിരിക്കുമ്പോൾ അവിടുന്ന് കൂടെ ഇരിക്കണമേ. പിഞ്ചുമക്കൾ തുടങ്ങി വാർദ്ധക്യത്തിലായിരിക്കുന്ന ഏവരെയും അടിയങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. സൗഖ്യത്താലും സമാധാനത്താലും എന്റെ ദൈവം ഏവരെയും നിറച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ഭവനത്തെ അങ്ങുള്ള ഭവനങ്ങളാക്കി മാറ്റിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. രക്ഷകന്റെ സന്നിധിയിൽ അടിയങ്ങൾ പരിപൂർണമായിട്ടും അർപ്പിക്കട്ടെ. അധികാരവൃന്ദത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവിന്റെ ദിവ്യമായ കരുതലിൽ ഞങ്ങളുടെ സംസ്ഥാനം, ഞങ്ങളായിരിക്കുന്ന രാഷ്ട്രം, ഞങ്ങളായിരിക്കുന്ന ലോകം, ഞങ്ങൾ ഉൾക്കൊള്ളുന്നതായ ദേശം, ഇവയൊക്കെ ഒരു വട്ടം കൂടെ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് മനസ്സറിയുന്നതിനായിട്ട് നന്ദി. രക്ഷകന്റെ സന്നിധിയിലേക്ക് പരിപൂർണമായിട്ടും അർപ്പിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയരെ, ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ ഒപ്പമായിരുന്നു അനുഗ്രഹിക്കട്ടെ. ഗവൺമെന്റ് നൽകുന്നതായ നിർദ്ദേശങ്ങൾ നമ്മളാരും അവഗണിക്കരുത്. അത് പാലിക്കുന്നവരായിട്ട് ഈ ദിനങ്ങളിൽ നിലകൊള്ളുക. സൗഖ്യത്തിന്റെ വലിയ ഉടയവനായിരിക്കുന്ന കർത്താവ് അവിടുന്ന് പ്രവർത്തിക്കട്ടെ. അവിടുത്തതായ സൗഖ്യത്തിന്റെ സന്തോഷത്തെ ഒരുമിച്ച് കേട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഏവരോടും ദൈവകൃപ ഒപ്പമായിരിക്കട്ടെ. ആമേൻ.